ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നോക്കിയാൽ കയ്പ കഴിക്കാത്തവർ പോലും എന്തായാലും കഴിക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ തീർന്നുകൊണ്ട് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അത് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കൂടുതൽ എണ്ണ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ എണ്ണ വേണം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഒന്ന് വാട്ടി അതിൻ്റെ ഒരു സൈസൊക്കെ ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 or 3 എത്രയാണ് നിങ്ങൾക്ക് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാവയ്ക്ക് ഒരു പകുതി വേവാൻ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഏകദേശം ആ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കാശ്മീരി എടുത്തിട്ടുള്ളത് ഏകദേശം 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം 1/2 ടീസ്പൂൺ കൂടെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സമയം എടുത്ത് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു എണ്ണയൊക്കെ ഈ സമയത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക. ഇതാണ് കറക്റ്റ് പാവയ്ക്ക മെഴുക്കുവരട്ടിൻ്റെ പരുവം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ.